ഞാൻ CP മുഹമ്മദ് അലി, സലഫി മസ്ജിദ് പുതുപ്പറമ്പ് ഖത്തീബും ഇമാമുമാണ്. കണ്ടല്ലോ സഹോദരങ്ങൾ വീഡിയോ. ഈ വയനാട് ദുരന്തമുണ്ടായപ്പോ മനുഷ്യനാകുന്ന എല്ലാ ജനങ്ങളും വല്ലാതെ വിഷമിച്ചു. എന്തൊരു പ്രയാസമാണ് ആ ദുരന്തമുണ്ടായത്. എന്നാൽ ഈ സമയത്ത് രണ്ട് വിഭാഗം ആളുകൾ, മനുഷ്യകോലത്തിലുള്ള രണ്ട് വിഭാഗം, ഒന്ന് യുക്തിവാദികളാണെങ്കിൽ മറ്റൊന്ന് അർദ്ധയുക്തിവാദി, മതയുക്തിവാദി എന്ന് വേണമെങ്കിൽ പറയാം. ആ വിഭാഗത്തിൽപ്പെട്ട ഒരു മൗലവി സന്തോഷിക്കുന്ന ഒരു വീഡിയോ, ആ മൗലവിയോട് കൂടെയുള്ള അദ്ദേഹത്തിന് അനുയായികൾ സന്തോഷിക്കുകയാണ്. ഈ വിഷയം നിങ്ങളൊക്കെ കണ്ടിരിക്കുമല്ലോ. എന്നാൽ ഈ വീഡിയോ പ്രചരിച്ചപ്പോൾ ആ മൗലവി വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഞങ്ങൾ ഉത്തരവാദിയല്ല, അത് എനിക്ക് ബാധകമല്ല, ഞങ്ങളും ഞങ്ങളെ പ്രസ്ഥാനങ്ങളൊന്നും ഇങ്ങനെ ചെയ്യുന്നവരല്ല. നമുക്കതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളൊക്കെ പറയാം. ആദ്യം നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം, കണ്ടു നോക്ക്. ആ മൗലവിയുടെ വിശദീകരണം. ഞാൻ CP മുഹമ്മദ് അലി, ഇതാണ് ആ മൗലവി, അദ്ദേഹം പറയട്ടെ. സലഫി മസ്ജിദ് പുതുപ്പറമ്പ് ഖത്തീബും ഇമാമുമാണ്. ഇന്നലെ, അതായത് അതിന്റെ താഴത്ത് കാണുന്ന വീഡിയോ ഉണ്ടല്ലോ, 30/7/2024 ചൊവ്വാഴ്ച നമസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ സുഹൃത്തുക്കൾ ഒന്നിച്ച് അവരുടെ കാറിൽ കയറി തൊട്ടടുത്തുള്ള കടലുണ്ടിപ്പുഴ സന്ദർശിക്കുവാൻ വേണ്ടി പോയി. പള്ളിയിൽ നിന്ന് വെറും 5 മിനിറ്റ് യാത്ര ചെയ്താൽ എത്തുന്ന പ്രസ്തുത പുഴയിലേക്കുള്ള യാത്രാമധ്യേ പിൻസീറ്റിലിരുന്നിരുന്ന ഒരു സുഹൃത്ത് അയാളുടെ ശബ്ദം ചേർത്തുകൊണ്ട് ഒരു വീഡിയോ തയ്യാറാക്കുന്നതിനിടയിൽ ഡ്രൈവ് ചെയ്തിരുന്ന സുഹൃത്ത് മഅ്ദിനെ കുറിച്ച് ഒരു പരാമർശം നടത്തുകയും ചിരിക്കുകയും ചെയ്തു. ഞാൻ ആ വാഹനത്തിൽ ആ സമയം ഉണ്ടായിരുന്നു എന്നതല്ലാതെ ഞാനോ ആ വാഹനത്തിൽ ഉണ്ടായിരുന്ന മറ്റുള്ളവരോ ആ പ്രസ്ഥാനത്തെ പറ്റിയോ അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തെ പറ്റിയോ ഒരു വാക്ക് പോലും സംസാരിച്ചിട്ടുമില്ല. മാത്രമല്ല ആദർശപര കേട്ടല്ലോ, നല്ല ആളുകളാട്ടോ, ഒന്നും പറഞ്ഞിട്ടില്ല. നല്ല ആളുകളാണ്. മറ്റു സംഘടനകളോട് പല അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാവാറുണ്ട് എങ്കിലും അത് വെച്ചു പുലർത്തുന്നുണ്ട് എങ്കിലും ഇത്തരമൊരു സന്ദർഭത്തിൽ എന്ന് മാത്രമല്ല ഒരു സന്ദർഭത്തിലും ഇങ്ങനെ ഒരു സ്ഥാപനത്തെ പറ്റിയോ അതിലുള്ള ആളുകളെ പറ്റിയോ ഒരു പരാമർശം നടത്തുക എന്നുള്ളത് ഒരു മുസ്ലിമിനും യോജിച്ചതല്ല എന്നുള്ളതും ആ പറഞ്ഞ ശരിയാണ്. ഒരു മുസ്ലിമിനിക്ക് യോജിച്ചതല്ല. ഒരു മുസ്ലിം ആകുന്ന മനുഷ്യനെ കുറിച്ച് ഹബീബായ തങ്ങൾ പറഞ്ഞത്, അൽ മുസ്ലിമു മൻ സദിമൽ മുസ്ലിമൂന മിൻ യദിഹി വലിസാനി ഔ കമാ ഖാൽ. അല്ലേ, നമ്മുടെ നാവ് കൊണ്ട്, സംസാരം കൊണ്ട്, നമ്മുടെ സ്വഭാവം കൊണ്ട് മറ്റുള്ളവൻ രക്ഷപ്പെട്ടെങ്കിൽ മാത്രമാണ് നമ്മളെ കുറിച്ച് ശരിയായ മുസ്ലിം എന്ന് പറയാവൂ. എന്നാൽ ഈ പറഞ്ഞ മൗലവി ആ മുസ്ലിം എന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകളാണോ? സംശയിക്കേണ്ടിയിരിക്കും. നിങ്ങൾ ആലോചിച്ചു നോക്ക്, വെറുതെ പറഞ്ഞതല്ല. ബാലുശ്ശേരി മൗലവി സുന്നി മക്കളെ കൈത്ത് ഞെരിച്ചു കൊല്ലണം എന്ന് പറഞ്ഞ ആളുകൾ ആരാണ്? മൗലവി ആരാണ്? ജനങ്ങളെ ഒന്ന് ആലോചിച്ചു നോക്ക്. ഈ പ്രസ്ഥാനമല്ലേ ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ പച്ചക്കൂബ ഞങ്ങൾക്ക് അധികാരം ലഭിച്ചാൽ അത് പൊളിച്ചു കളയുമെന്ന് പ്രഖ്യാപിച്ചവർ ആരാണ്? ഈ മൗലവികളല്ലേ. മാത്രമല്ല, എന്നിട്ട് ഇദ്ദേഹം പറയട്ടെ, മാത്രമല്ല അങ്ങനെ ഒരു നിലപാട് ഞാൻ അനുധാവനം ചെയ്യുന്ന സംഘടനക്ക് ഇല്ല എന്നുള്ളത് കൊണ്ടും തീർത്തും അത് ശരിയായ. കേട്ടല്ലോ, ഇദ്ദേഹത്തിന്റെ സംഘടനക്ക് നിലപാട് തന്നെ ഇല്ല, ഇങ്ങനത്തെ നിലപാടില്ല എന്ന് ബോധ്യമാവുകയും അത് പറഞ്ഞ ആളോട് അത് കൃത്യമായി ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു മിനിറ്റ് അല്ലേ, ആ പറഞ്ഞ ആളോട് കൃത്യമായി ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. എന്ത്? നിങ്ങളുടെ നിലപാട് ശരിയല്ല. അല്ല മൗലവി, ചോദിക്കട്ടെ, ആ നിലപാടിനോട് നിങ്ങൾക്ക് യോജിപ്പില്ലെങ്കിൽ ആ സമയത്ത് തന്നെ തിരുത്തി കൊടുക്കണ്ടേ? പൂരം കഴിഞ്ഞിട്ടാ വെടിപൊട്ടിക്കേണ്ടത്. ആ വീഡിയോ കണ്ടു നോക്ക്, നിങ്ങൾ അവിടെ ചിരിച്ചിരിക്കുകയാണല്ലോ. ഒന്നും മുന്നിലില്ല. വിദഗ്ധ സംഘം പരിശോധനയ്ക്ക് പോവാണ്. കണ്ടോളി, എത്ര മിനിറ്റ് നോക്കിയോ ഉസ്താദിന്റെ നേതൃത്വത്തില്. ഉസ്താദ് അവിടെ ചിരിച്ചിക്ക, ഒന്നും പറയണില്ല, തിരുത്തി കൊടുക്കണില്ല. എന്റെ തിരുത്തി കൊടുക്കഴിഞ്ഞ് എല്ലാരും വേണ്ട, ഞാൻ മാത്രം വേണ്ട. മാഷൊക്കെ ഉണ്ട്. കല സഹോദരങ്ങളെ, ഇത് കാണുന്ന എല്ലാവർക്കും ബോധ്യമാണ്, അറിയാതെ സംഭവിച്ചതല്ല. മൗലവി
കിടന്നിടത്ത് ഉരുളണ്ട, മേത്ത് ചളി പിടിക്കും, ചേറ് പിടിക്കും കേട്ടോ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ആളുകളോട് വഹാബിസവും യുക്തിവാദവും ഒരു നാണയത്തിന് രണ്ടു വശങ്ങളാണ്. രണ്ടും മനുഷ്യന്മാരെ കൂട്ടത്തിൽപ്പെട്ട സാധനങ്ങളല്ല, മനുഷ്യരല്ല. അവിടെ ജനങ്ങൾക്ക് വിഷമുണ്ടാകുമ്പോ അവിടെ ആനന്ദിക്കുന്ന ഒരു മനസ്സ് ഈ കൂട്ടം ആളുകൾക്ക് ഉണ്ടെങ്കിൽ അതല്ലേ വഹാബിസം ആപത്തി എന്ന് പറഞ്ഞത്. എന്നെ കേൾക്കുന്ന ആളുകളോട് ആ വിഭാഗത്തിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ നല്ല മനസ്സോടുകൂടി അതിൽ നിന്ന് രാജിവെച്ച് യഥാർത്ഥമായി മനുഷ്യനായി ജീവിക്കണമെന്നാണ് ഓർമ്മപ്പെടുത്തുന്നത്. നല്ല കാര്യം ചെയ്യാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനിയും കാണാം ദുആ വസിയത്തോടുകൂടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.